അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സൂറത്തുൽ അലഖിൻ്റെ അടുത്ത ആയത്തുകൾ കൂടി നമുക്ക് പഠിക്കാം. അബൂജഹൽ എന്ന പ്രവാചകൻ്റെ അടുത്ത ബന്ധു പ്രവാചകനെ തടയുകയും നമസ്കാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു എന്ന ഒരു ചരിത്ര സംഭവത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ഈ ആയത്ത്. നീ കണ്ടുവോ അറഅയ്തല്ലദീ യൻഹാ, തടയുന്ന ഒരാളെ, അബ്ദൻ, ഒരടിമയെ. ആ അടിമ പ്രവാചകനാണ്. അബൂജഹലിൻ്റെ ധിക്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളിമയും അതാണിവിടെ പഠിപ്പിക്കുന്നത്. ഒരു എളിമയായ, ആരെയും ഉപദ്രവിക്കാത്ത, സത്യം മാത്രം പറയുന്ന എളിയവനായ അള്ളാഹുവിൻ്റെ ദാസൻ. അദ്ദേഹം ആ പ്രവാചകനാണ്, എങ്കിലും അള്ളാഹുവിൻ്റെ അടിമയാണ്. ആ അടിമയെ തടയുകയാണ് അദ്ദേഹം നമസ്കരിക്കുമ്പോൾ. അറഅയ്ത, നീ കണ്ടുവോ, ഇൻ കാന അലൽ ഹുദ, ആ അടിമ സന്മാർഗത്തിലാണെങ്കിൽ എന്താണ് അവസ്ഥ? സന്മാർഗത്തിലായി ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമയായ ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ സൃഷ്ടി തന്നെയായ വേറൊരു ധിക്കാരി തടയുന്നു. എത്രമാത്രം ഗൗരവമാണത്! അറഅയ്ത ഇൻ കാന അലൽ ഹുദ, അവൻ തടയുന്ന ആ മനുഷ്യൻ കാണുന്നില്ലേ ഈ തടയപ്പെടുന്ന ഈ അടിമ സന്മാർഗത്തിലാണെങ്കിൽ? ഔ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ അവൻ തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന ആ കൽപ്പനകൾ കൽപ്പിക്കുകയാണെങ്കിൽ പ്രവാചകൻ ജനങ്ങളോട് കൽപ്പിക്കുന്നത് സൂക്ഷ്മത മാത്രമായിരുന്നു. ആ സൂക്ഷ്മത കൽപ്പിക്കുന്ന ആ പ്രവാചകനെ തടഞ്ഞാൽ അതിൻ്റെ ഗുരുതരമായ അവസ്ഥ എന്താണെന്ന് നീ കണ്ടുവോ? അറഅയ്ത, നീ കണ്ടുവോ, ഇൻ കദ്ദബ, അവൻ കള്ളമാക്കുകയാണെങ്കിൽ, വതവല്ല, പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, യാഥാർത്ഥ്യങ്ങളെ കളവാക്കി നേരിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ധിക്കാരിയായി ജീവിക്കുന്നവൻ കണ്ടിട്ടുണ്ടോ? നല്ല മനുഷ്യന്മാരെ നന്മയിൽ നിന്ന് തടഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്തെന്ന്? അലം യഅലം ബി അന്നല്ലാഹ യറാ, അല്ലാഹു തആല ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അവൻ അറിഞ്ഞിട്ടില്ലേ? എങ്കിൽ അവൻ അറിയണം, അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട്. എത്ര ധിക്കാരിയെയും തകർക്കാനും അവനെ നശിപ്പിക്കാനും അള്ളാഹ്ക്ക് സാധിക്കും. അലം യഅലം ബി അന്നല്ലാഹ യറാ, അള്ളാഹു അവനെ കാണുന്നുണ്ടെന്നല്ല അവൻ അറിഞ്ഞിട്ടില്ലേ? കല്ല, അരുതൊരിക്കലും, ഒരിക്കലും അത് ചെയ്യരുത്. ഇത്ര വലിയ മഹാധിക്കാരം ചെയ്യരുത്. കല്ല, അത് വേണ്ട, അരുത്. ലഇല്ലം യൻതഹി, അവൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഈ ധിക്കാരവും അതിക്രമവും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ലനസ്ഫഅൻ ബിന്നാസിയ, അവൻ്റെ കുടുമ പിടിച്ച്, അവൻ്റെ മൂർധാവിലെ മുടി പിടിച്ച് വലിക്കും. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ, കള്ളമാക്കുന്ന, പിഴച്ചുപോയ ആ കുടുമ മുടി, തലയുടെ മൂർധാവിലുള്ള മുടി പിടിച്ച് അവനെ വലിക്കും എന്ന് പറഞ്ഞാൽ അവനെ ശക്തി ഉപയോഗിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അതവൻ അറിയണം. ഇത്തരം ധിക്കാരികൾ ഫല്യദ്ഉ നാദിയഹു, അങ്ങനെയുള്ളൊരു സമയത്ത് ഇത്ര വലിയ ദുനിയാവിൽ ഇഹലോകത്ത് ധിക്കാരിയായി ജീവിച്ചവൻ നല്ലവരായി ജീവിക്കുന്ന അടിമകളെ നന്മയിൽ നിന്ന് തടഞ്ഞാൽ അവൻ്റെ മുടി പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിനം, ഫല്യദ്ഉ നാദിയഹു, അന്ന് അവന് വിളിക്കാനുള്ളവനെയൊക്കെ വിളിക്കട്ടെ. സനദ്ഉ സബാനിയ, നമ്മുടെ മലക്കുകളെ, ശിക്ഷ നടപ്പാക്കുന്ന നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളെ നാമും വിളിക്കും. നമുക്കൊന്ന് നോക്കാമല്ലോ, അവൻ്റെ ആളുകൾക്ക് പരലോകത്ത് എന്തെങ്കിലും അവനെ സഹായിക്കാൻ കഴിയുമോ? എന്നാൽ നമ്മുടെ മലക്കുകൾ അവൻ്റെ മുടി പിടിച്ച്, കുടുമ പിടിച്ച് വലിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകും. സനദ്ഉ സബാനിയ, സബാനിയാക്കളായ, നരകത്തിൻ്റെ കാവൽക്കാരായ, അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ നമ്മളും വിളിക്കും. അവൻ ഉള്ളവരെ അവൻ വിളിക്കട്ടെ, നാമും വിളിച്ചു കൊള്ളാം. കെല്ല, അരുത്, ഇങ്ങനെയുള്ള ധിക്കാരത്തിന് പോകരുത്, അത് വേണ്ടാത്തതാണ്. ലാ തുതിഉഹു, പ്രവാചകരെ, താങ്കൾ അവനെ ഒരിക്കലും അനുസരിക്കേണ്ടതില്ല. ഇത്തരം ധിക്കാരികളെ അള്ളാഹു കൈകാര്യം ചെയ്തു കൊള്ളും. അവനെയൊന്നും അനുസരിച്ച് നിങ്ങളുടെ ആരാധനാകർമ്മങ്ങളിൽ നിന്ന് പിന്മാറുകയോ നിങ്ങളുടെ നന്മകളിൽ നിന്ന് നന്മകൾ മാറ്റിവെക്കുകയോ ചെയ്യേണ്ടതില്ല. ലാ തുതിഉഹു, ഇത്തരം ധിക്കാരികളെ ഒരിക്കലും
നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. വസ്ജുദ്, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് ജീവിക്കുക. വഖ്തരിബ്, അള്ളാഹുവിങ്കലേക്ക് അടുത്തുകൊള്ളുക. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുക. അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുക. എത്ര വലിയ അധികാരികളെയും അള്ളാഹു തആല തടഞ്ഞ് അവരെ നശിപ്പിക്കും എന്ന് ഈ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. അതിനാൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലായ്മയിൽ നിന്നുണ്ടായ എളിമയോടുകൂടി ജീവിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും അറിയുമായിരുന്നില്ല. അതുകൊണ്ട് ഈ ഖുർആൻ വായിച്ച് പഠിക്കണം. എന്നിട്ട് ധിക്കാരം മാറ്റിവെക്കണം. ആരെയും തിന്മകൾ ചെയ്തുകൊണ്ട് നന്മയിൽ നിന്ന് ആരെങ്കിലും നമുക്ക് തടയാൻ പാടില്ല. നേരെ മറിച്ച് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് അടുത്ത് ജീവിക്കണം. അല്ലെങ്കിൽ അള്ളാഹു നമ്മെ നരകത്തിലേക്ക് പിടിച്ചു വലിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പാക്കുന്ന മലക്കുകൾ അവനെ ആ ശിക്ഷ നടപ്പാക്കും എന്നൊക്കെയുള്ള സന്ദേശമാണ്, താക്കീതുകളും സന്തോഷ വാർത്തകളുമാണ് അള്ളാഹു തആല ഇതിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതനുസരിച്ച് ജീവിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.